മീര, പാവം മീര, തൻ്റെ അനിയത്തി ഇപ്പോൾ ആ രാക്ഷസന്റെ കൈപ്പിടിയിൽ അമർന്നിരിക്കുകയാണ്. ഒരു പക്ഷേ തൻ്റെ ചതിക്ക് മീരയാവും ഇനി വലിയ വില കൊടുക്കേണ്ടി വരുന്നത്. റോഡിലെ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോൾ ഹിരണി പുറത്തെ മഴയിലേക്ക് നോക്കി നിൽക്കുന്നു. അവിടെ ഇന്ദ്രനീലം മാളികയിൽ മീരയുടെ കരച്ചിൽ ആരും കേൾക്കാതെ ആ ചുമരുകൾക്കുള്ളിൽ ഒടുങ്ങുമെന്ന് അവളും ഭയന്നുപോയി. രാഹുലിൻ്റെ കൂടെയുള്ള ഈ ജീവിതം തനിക്ക് സമാധാനം നൽകുമോ അതോ രുദ്രൻ്റെ ശാപം തന്നെ പിന്തുടരുമോ എന്ന് ഹിരണി ഭീതിയോടെ ഒരു നിമിഷം ഓർത്തുപോയി. TV സ്ക്രീനിൽ മിന്നിമറയുന്ന ആ വിവാഹ ദൃശ്യങ്ങൾ അവൾക്കൊരു ദുസ്വപ്നം പോലെ തോന്നി. പക്ഷേ ആ ദൃശ്യങ്ങളെക്കാൾ അവളെ വേട്ടയാടിയത് ഉപേക്ഷിച്ചു പോന്ന തൻ്റെ കുടുംബത്തിൻ്റെ നിസ്സഹായാവസ്ഥയാണ്. അവൾ പതുക്കെ ആ സ്ക്രീനിലേക്ക് നോക്കി വിതുമ്പി. പണ്ട് ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു താൻ. രുദ്രൻ്റെ അതേ കമ്പനിയിൽ ജോലി കിട്ടിയപ്പോൾ തൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ണുകളിൽ കണ്ട ആ തിളക്കം ഇപ്പോഴും അവളുടെ ഉള്ളിലുണ്ട്. ആ വരുമാനം മാത്രമായിരുന്നു ചെമ്പകശ്ശേരി മനയിലെ അടുപ്പിലെ കനലണയാതെ കാത്തതും. പിന്നീടാണ് മീര തൻ്റെ ചിലങ്കകളിലൂടെ ആ വീടിന് താങ്ങായി മാറിയത്. ചെറിയ കുട്ടികളെ നൃത്തം പഠിപ്പിച്ചു കിട്ടുന്ന ആ തുച്ഛമായ വരുമാനം തൻ്റെ ശമ്പളം ചേർത്ത് വെച്ചാണ് അവർ ആ രോഗശയ്യയിലെ അച്ഛനെ സംരക്ഷിച്ചിരുന്നത്. എൻ്റെ അച്ഛൻ, ഹിരണിയൊന്ന് മന്ത്രിച്ചു. ശ്വാസം കിട്ടാതെ പിടയുമ്പോഴും തൻ്റെ കല്യാണം കാണാൻ കാത്തിരുന്ന ആ പാവം മനുഷ്യൻ ഈ വാർത്തയറിഞ്ഞപ്പോൾ ആ ഹൃദയം നിലച്ചു പോയിട്ടുണ്ടാകുമോ? അമ്മയുടെ നിലവിളികൾ ആ മനയുടെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിക്കുന്നുണ്ടാകില്ലേ? തന്നെ ശപിച്ചുകൊണ്ട് ആ അമ്മ മനം തേങ്ങുന്നുണ്ടാവും ഇപ്പോഴും. ഓരോ ഓർമ്മകളും അവളുടെ നെഞ്ചിൽ ഈർച്ചവാൾ പോലെ കടന്നുപോയി. തന്നെ സ്നേഹിക്കുന്നവരോടും അന്നം തന്നവരോടും താൻ കാണിച്ച ഈ വലിയ ചതിക്ക് കാലം ഒരിക്കൽ തനിക്ക് മാപ്പ് തരില്ലെന്നും അവൾക്ക് തോന്നി. പണത്തിനോടുള്ള ആർത്തിയല്ല, രാഹുലിനോടുള്ള പ്രണയമാണ് തന്നെ ഇതെല്ലാം ചെയ്യിപ്പിച്ചതും. പക്ഷെ അതിൻ്റെ വില കൊടുക്കേണ്ടി വന്നത് ഒന്നും അറിയാത്ത എൻ്റെ മീര, കിടപ്പിലായ അച്ഛനും. അവളുടെ കയ്യിൽ രാഹുലിൻ്റെ സ്പർശനം ഉണ്ടായിരുന്നുവെങ്കിലും ഹിരണിയുടെ മനസ്സ് അപ്പോഴും ആ പഴയ തറവാടിൻ്റെ ഇരുട്ടലഞ്ഞ മുറിയിലാണ്. അവിടെ തൻ്റെ അച്ഛൻ്റെ ഓരോ ശ്വാസത്തിലും തൻ്റെ പേര് ഒരു ശാപമായി മുഴങ്ങുന്നുണ്ടാകുമെന്ന് അവൾ ഭയന്നിരുന്നു. കണ്ണുനീർ തുള്ളികൾ അവളുടെ കാഴ്ചയെ മറച്ചു. ഒരു നിമിഷത്തെ വികാരത്തിന് അടിമപ്പെട്ട് താൻ തകർത്തത് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളാണെന്ന് നഗ്നമായ സത്യം ആ TV സ്ക്രീനിലെ ദൃശ്യങ്ങൾ അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഹിരണിയുടെ നെഞ്ചിൽ അപ്പോഴും ഒരു കനൽ എരിയുന്നുണ്ടായിരുന്നു. രാഹുലിൻ്റെ സാമീപ്യം പോലും അവൾക്ക് അന്യമായി തോന്നി ആ നിമിഷം. അപ്പുറത്ത് ഇന്ദ്രനീലെ മാളികയുടെ തണുത്ത ഭിത്തികൾക്കുള്ളിൽ മറ്റൊരു ജീവിതം ഹോമിക്കപ്പെടുന്നത് അവൾ അറിഞ്ഞതുമില്ല. രുദ്രൻ മീരയുടെ മുറിയിൽ മരുന്ന് പുരട്ടുമ്പോൾ അവൻ്റെ കൈകളിൽ മൃദുത്വമില്ലായിരുന്നു. പകരം ഹിരണിയോടുള്ള അടങ്ങാത്ത പകയുടെ കടുപ്പമായിരുന്നു അവനിലപ്പോഴും. മരുന്നിൻ്റെ നീറ്റലിൽ മീര വിതുമ്പിയപ്പോൾ അത് അവഗണിച്ചുകൊണ്ട് തന്നെ അവൻ എഴുന്നേറ്റു. അവൻ കരുതി വച്ചിരുന്ന ആ വെളുത്ത കോട്ടൺ സാരി അവളുടെ നേർക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ പരിഹാസമായിരുന്നു. ഇനി ഇത് മതി നിനക്ക്. ഒരു പകരക്കാരിയുടെ വേഷം കെട്ടുമ്പോൾ ഇതൊക്കെ നീ ശീലിക്കേണ്ടതുണ്ട്. യാന്ത്രികമായി മീര അത് വാങ്ങി ബാത്റൂമിലേക്ക് നടന്നു. ഷവറിൽ നിന്നും വീഴുന്ന തണുത്ത വെള്ളം ശരീരത്തിൽ തട്ടിയപ്പോൾ മുറിവുകൾ നീറിപ്പോയി. പക്ഷേ ആ നീറ്റലിനേക്കാൾ വലിയ വേദന അവളുടെ മനസ്സിനെ പൊതിഞ്ഞു. തളർന്നു കിടക്കുന്ന അച്ഛനും കരഞ്ഞു തളർന്ന അമ്മയും. ചേച്ചിയുടെ അടുത്ത് ചാട്ടം കൊണ്ട് ഇല്ലാതായത് അവസാന പ്രതീക്ഷ കൂടിയാണ് എല്ലാവരുടേതും. അതേസമയം ഇന്ദ്രനീലത്തിൻ്റെ മറ്റൊരു വശത്ത് ഗൂഢാലോചനകളുടെ പുകമറ ഉയരുകയാണ്. പ്രഭ തൻ്റെ മകൻ ശിവനെ നോക്കി ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് പറഞ്ഞു, ശിവ, നീ എവിടെയാ? ആരുടെ കൂടെയാ അവളെ നീ വിട്ടത്? കാര്യങ്ങളുടെ ഗൗരവം നിനക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ? പ്രഭയുടെ സ്വരത്തിൽ ആകുലതയേക്കാൾ കൂടുതൽ അധികാരമോഹമാണ്. അമ്മ എന്തിനാ അതൊക്കെ ഇപ്പോൾ അന്വേഷിക്കുന്നത്? എല്ലാം അതിൻ്റെ വഴിക്ക് നടക്കും, ശിവൻ അലസമായി പറഞ്ഞു. നടക്കില്ല. അവൻ വിവാഹം കഴിച്ചെന്ന് മാത്രമല്ല, ആ പെണ്ണിന് കുഞ്ഞിനുണ്ടാവും കൂടി ചെയ്താൽ അത് നമുക്ക് തന്നെയാ ദോഷം ശിവ. നിന്റെ അച്ഛൻ സമ്പാദിച്ചാലും എത്രയോ മടങ്ങുണ്ട് ദേവേട്ടൻ്റെ കയ്യിൽ. പോരാത്തതിന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യമാണ് ഈ ഇന്ദ്രനിലയം ഗ്രൂപ്പ് തന്നെ. ഇതിൻ്റെയൊക്കെ മൂല്യം എത്രയാണെന്ന് നിനക്ക് വല്ല ബോധ്യവുമുണ്ടോ? ശിവൻ ഒന്നും മിണ്ടാതെ ഇരുന്നപ്പോൾ അവരുടെ ദേഷ്യം ഇരട്ടിച്ചു. ഇതൊന്നും മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതാ എല്ലാം. ഇവിടെ തനിക്കും തൻ്റെ അച്ഛനും ഓരോ കാര്യങ്ങളും ഞാൻ പിന്നാലെ നടന്ന് പറഞ്ഞു തരണമെന്നാണോ? അവർക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല. രൂക്ഷമായൊരു നോട്ടമെറിഞ്ഞ് പ്രഭ അവിടെ നിന്നും വേഗത്തിൽ നടന്നു നീങ്ങി.
ആ സമയത്താണ് ജാനകിയമ്മ ഒരു പാൽ ഗ്ലാസുമായി മുകളിലേക്ക് വന്നത്. മനസ്സ് നിറയെ ആകുലതയായിരുന്നു ആ അമ്മയുടെ. താൻ താലോലിച്ച് വളർത്തിയ മകൻ ഒരു കല്ല് പോലെയായി മാറുന്നത് അവർക്ക് നോക്കി നിൽക്കാൻ കഴിയുമാറായിരുന്നില്ല. രുദ്രന്റെ മുറിക്ക് മുന്നിലെത്തി അവർ സാവധാനം വാതിലൊന്ന് തട്ടി. മോനെ രുദ്ര, വാതിൽ തുറന്നേ നീ. അവരുടെ വിറയ്ക്കുന്ന സ്വരം ആ ഇടനാഴിയിൽ മാറ്റൊലിക്കൊണ്ടു. അകത്ത് ജനാലയ്ക്ക് ഇരുട്ടിലേക്ക് നോക്കി നിന്ന രുദ്രന്റെ കൈകളൊന്ന് മുറുകി അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ. പുറത്ത് മീരയുടെ വിതുമ്പലും വാതിൽക്കൽ അമ്മയുടെ വിളിയും. തന്റെ പ്രതികാരം തുടങ്ങുകയാണോ അതോ താൻ തന്നെ അതിൽ വെന്തുരുകുകയാണെന്ന് അവന് തിരിച്ചറിയാകുന്നില്ല. വാതിൽക്കൽ ജാനകിയമ്മയുടെ വിളി കേട്ടപ്പോൾ രുദ്രന്റെ ഉള്ളിൽ പിടച്ചിലുണ്ടായി. എങ്കിലും മുഖത്ത് ആ കർക്കശം വരുത്തിക്കൊണ്ട് അവൻ സാവധാനം വാതിൽ തുറന്നു. മുറിയിലേക്ക് കടന്ന ജാനകിയമ്മയുടെ കണ്ണുകൾ ആദ്യം തിരിഞ്ഞത് മീരയെയാണ്. ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന മീരയെ കണ്ടപ്പോൾ ആ അമ്മയുടെ ഉള്ളൊന്ന് പിടഞ്ഞുപോയി. നനഞ്ഞൊട്ടിയ മുടിയിഴകൾ കൂടെ ആ വെളുത്ത കോട്ടൺ സാരി അലസമായി ചുറ്റി തളർന്നു നിൽക്കുന്ന അവൾ ഒരു മഞ്ഞുതുള്ളി പോലെ വിളറിയിരുന്നു. മോളെ, ജാനകിയമ്മയുടെ സ്വരത്തിൽ വാത്സല്യം. അവർ അവളുടെ അരികിലേക്ക് നടന്നു. അമ്മയുടെ സാമീപ്യം അറിഞ്ഞപ്പോൾ മീരയുടെ മിഴികൾ നിറഞ്ഞു. എങ്കിലും രുദ്രന്റെ സാന്നിധ്യം അവളെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ വേദനക്ക് കുറവുണ്ടോ മോളെ? ജാനകിയമ്മ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. മീര ഒന്നും മിണ്ടിയില്ല. പതിയെ തലയാട്ടി. ആ കണ്ണുകൾ ശൂന്യതയായിരുന്നു. മോൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയണം. ഈ വീട്ടിൽ നീ ഒറ്റയ്ക്കല്ലെന്ന് ഓർക്കണം. അവളുടെ നിറകിൽ തലോടിക്കൊണ്ട് ആ അമ്മ മന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. അവർ കയ്യിലെ ഗ്ലാസ് മീരയുടെ നേർക്ക് നീട്ടി. നീ ഈ പാലൊന്ന് കുടിക്ക്. ഇതിൽ കുറച്ച് മഞ്ഞൾ ഞാൻ ചേർത്തിട്ടുണ്ട്. നിന്റെ ക്ഷീണവും വേദനയും ഒന്ന് മാറട്ടെ. മീര ഒരു നിമിഷം രുദ്രനെ പാളി നോക്കി. അവൻ ലാപ്ടോപ്പിൽ സ്ക്രീനിലേക്ക് തന്നെ കണ്ണുരുട്ടിയിരിക്കുകയെന്നു. വിറക്കുന്ന കൈകളോടെ അവൾ ആ പാൽ ഗ്ലാസ് വാങ്ങി സാവധാനം കുടിച്ചു തീർത്തു. കാലിയായ ഗ്ലാസ് വാങ്ങി ഒരു ദീർഘനിശ്വാസത്തോടെ ജാനകിയമ്മ മുറത്തേക്ക് നടന്നു. ആ വാതിൽ വീണ്ടും അടയുന്ന ശബ്ദം മീരയുടെ ഉള്ളിൽ ഒരു വെള്ളിവടി പോലെ മുഴങ്ങി. മുറിയിൽ വീണ്ടും ഭയാനകരമായ നിശബ്ദം പടർന്നു. രുദ്രൻ തന്റെ ഓഫീസ് കാര്യങ്ങൾ മുഴുകിയിരിക്കുകയാണ്. അവന്റെ വിരലുകൾ കീബോർഡിൽ അമരുന്ന ശബ്ദം മാത്രം ആ മുറിയിൽ കേട്ടു. തന്നെ ഇവിടെ ഒരാളായി പോലും അവൻ പരിഗണിക്കില്ലെന്ന് മീരയ്ക്ക് തോന്നി. രാത്രിയുടെ യാമങ്ങൾ കടന്നുപോയി. ആ വലിയ കട്ടിൽ ഒരറ്റത്ത് ഇരിക്കാൻ പോലും അവൾക്ക് ഭയമായിരുന്നു. സാവധാനം അവൾ തറയിലേക്ക് നോക്കി. അവിടെ ഒരു പാഴ വിരിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ തലയിലെ മുറിവിനേക്കാൾ വലിയൊരു മുറിവ് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. ആ തണുത്ത തറയിൽ പായിലേക്ക് മീര ചുരുണ്ടുകൂടി. കണ്ണുകൾ അടയ്ക്കുമ്പോൾ ചെമ്പകശ്ശേരി മനയിലെ ആ പഴയ മുറിയും അച്ഛൻ്റെ ശ്വാസം മുട്ടുന്ന ശബ്ദവുമാണ് അവളുടെ കാതുകളിൽ മുഴങ്ങിയത്. ഈ ഇന്ദ്രനീലം മാളിക തനിക്കൊരു സ്വർണ്ണക്കൂട്ടിലെ തടവറയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പുറത്ത് മഴ അപ്പോഴും പെയ്യുന്നുണ്ടായിരുന്നു. മീരയുടെ ഉള്ളിലും. രാവിലെ 10 മണിക്കാണ് കണ്ണു തുറന്നപ്പോൾ രുദ്രന്റെ നോട്ടം ആദ്യം ചെന്നത് തറയിലെ ആ പാഴയിലേക്കാണ്. പക്ഷെ അവിടെ മീരയുണ്ടായിരുന്നില്ല. ഒഴിഞ്ഞു കിടക്കുന്ന പായും മടക്കി വെച്ച പുതപ്പും കണ്ട് അവന്റെ പുരുകം ചുളിഞ്ഞു. ഇവളെവിടെ പോയി? അവൻ സ്വയം പെറുപിറുത്തു. ഒന്നുകൂടി അടുക്കളയിൽ അമ്മയെ സഹായിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അമ്മയുടെ മുറിയിൽ കാണും. വേഗത്തിൽ വസ്ത്രം മാറി അവൻ താഴേക്ക് നടന്നു. ആദ്യം അടുക്കളയിലും നോക്കി. അവിടെ ആരെയും കണ്ടില്ല. പിന്നെ ജാനകിയമ്മയുടെ മുറിയിൽ ചെന്നു. അവിടെയും മീരയുടെ നിഴൽ പോലും കണ്ടില്ല. രുദ്രന്റെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോൾ ഉമ്മറത്ത് പത്രം വായിച്ചിരുന്ന ജാനകിയമ്മ പതുക്കെ കണ്ണട ഊരി അവനെ നോക്കി. നീ എന്തിനാ ഈ തിരയുന്നത് രുദ്ര? അവർ ശാന്തമായി ചോദിച്ചു. മീര, അവളെവിടെ അമ്മ? രുദ്രന്റെ സ്വരത്തിൽ അക്ഷമ നിറഞ്ഞു നിന്നിരുന്നു. ജാനകിയമ്മയുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ഓ, അപ്പോൾ അവളുടെ പേര് മീര എന്നൊക്കെ നിനക്കറിയാമല്ലേ? രുദ്രൻ ഒന്ന് നിന്നു. പിന്നെ കടുപ്പത്തിൽ അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് അവളുടെയും അവളുടെ ചേച്ചിയുടെയും പേര് നന്നായി അറിയാം. ഇനി അമ്മയ്ക്ക് എന്താ വേണ്ടത്? ഇപ്പോൾ അവൾ എവിടെയാണ്? നീ ഇപ്പോൾ എന്തിനാ അവളെ അന്വേഷിച്ച് നടക്കുന്നത്? ജാനകിയമ്മ എഴുന്നേറ്റ് അവൻ്റെ അരികിലേക്ക് വന്നു. എനിക്കൊരു ആവശ്യമുണ്ട്. അവൾ എവിടെയാണെന്ന് പറ അമ്മ. അമ്മ അറിയാതെ ഇവിടെയൊന്നും നടക്കില്ല. അവൻ്റെ ശബ്ദം അല്പം ഉയർത്തി. ജാനകിയമ്മ അവൻ്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. അവൾ കോളേജിലേക്ക് പോയി.